ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയുന്ന കാര്യം എന്തെന്നാൽ, കൂടോത്രം എന്ന ഒരു മഹാ വിപത്ത് നിങ്ങളിൽ എങ്ങനെ ബാധിക്കുന്നു, എന്തൊക്കെ പരിഹാരം ചെയ്യണം, അത് എങ്ങനെ ഉണ്ടാകുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. കൂടോത്രത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. അതായത് ചെമ്പുത്തകിട് കുഴിച്ചിടുക, കോഴിത്തല കുഴിച്ചിടുക, നിരവധി എല്ലിൻ കഷ്ണങ്ങൾ കൂട്ടിക്കെട്ടി അതിൽ മന്ത്രം ജപിച്ച് ചരട് കെട്ടിക്കൊണ്ട് കുഴിച്ചിടുക. അതായത് ഒരു സർവനാശത്തിൻ്റെ ഒരു പാത നിങ്ങൾക്ക് വേണ്ടി അവിടെ തോണ്ടി നിങ്ങളുടെ വീട്ടിലോ പരിസരങ്ങളിലോ എവിടെയെങ്കിലും സ്ഥാപിക്കുക, കല്ലിനിടകളിലോ ഒക്കെ കൊണ്ടുവയ്ക്കുക, പോകുന്ന വഴികളിൽ കൊണ്ടിട്ടിട്ട് പോവുക. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഈ കൂടോത്രം ചെയ്യുന്നവർ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെയൊക്കെ ഒരു അർത്ഥം എന്ത് എന്ന് പറഞ്ഞാൽ, ഇത് നിങ്ങളുടെ മനസ്സിനെ ബാധിക്കുന്നു, നിങ്ങളുടെ വീടിനെ ബാധിക്കുന്നു, കുടുംബത്തെ ബാധിക്കുന്നു. ഇങ്ങനെ സർവ്വവിധ കാര്യങ്ങളെയും ഈ കൂടോത്രം ബാധിക്കുന്നു. ഇപ്പോൾ ഒരാളുടെ വസ്തു തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കൂടോത്രം ചെയ്യുന്നു, കല്യാണം മുടക്കാൻ കൂടോത്രം ചെയ്യുന്നു, ജോലി നഷ്ടപ്പെടുത്താൻ കൂടോത്രം ചെയ്യുന്നു. ഇങ്ങനെ പലവിധ കാര്യങ്ങൾ, ആ കുടുംബം മൊത്തം നശിപ്പിക്കാനായിട്ട് കൂടോത്രം ചെയ്യുന്നു. ഇങ്ങനെ സർവനാശത്തിൻ്റെ ഒരു വഴിയാണ് ഗൂഢോത്രം എന്ന് പറയുന്ന ഒരു കാര്യം. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഏതോ ഒരു മന്ത്രിയുടെ വീട്ടിൽ നിന്നൊക്കെ എന്തൊക്കെ കുഴിച്ചെടുത്തു എന്നൊക്കെ പറയുന്ന വാർത്തകൾ കേട്ടു. ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല, കേട്ട് കളയുക എന്നുള്ളതാണ് എൻ്റെ ഒരു വിധി, അതാണ് എൻ്റെ ഒരു രീതി. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അതോ വിശ്വസിക്കുന്നില്ലേ? ഇങ്ങനെയൊക്കെ ചെയ്താൽ ഒരു കുടുംബം നശിക്കുമോ? അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുമോ? വിവാഹം നടക്കാതെ ഇരിക്കുമോ? ഇതൊക്കെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിവുണ്ടോ? ഇല്ലെങ്കിൽ എൻ്റെ ഗുരുനാഥനെ സാക്ഷി നിർത്തി ഞാൻ പറയാം. 60 വർഷത്തോളം ദേവി ശരീരത്തിൽ കൂടി ഇരുത്തി അദ്ദേഹം നല്ല നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് നല്ല ഭസ്മമൊക്കെ ഇട്ട് കൊടുത്ത് ഓരോരുത്തരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. അതിലൊന്നും തന്നെ അദ്ദേഹം പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട്. കാരണം അദ്ദേഹം പറയും, എനിക്ക് ഈശ്വരനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ടും പൂജിക്കുന്നത് കൊണ്ടും എനിക്ക് എന്തോ മറ്റു ചിന്തകളൊന്നും വരാറില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് ചെയ്യുമ്പോൾ അവർക്കത് ഫലം ചെയ്യുന്നു. അപ്പോൾ അവിടുന്ന് അവർക്ക് സന്തോഷകരമായി വീട്ടിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. എൻ്റെ പ്രസൻസും അങ്ങനെ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം അവർക്ക് അങ്ങനെ വരുന്നത്. ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ അയാളെ ദുഃഖിപ്പിച്ചു വിടുക എന്നൊരു ചിന്ത എനിക്കില്ലാത്തത് കൊണ്ടാവാം അവർക്ക് അങ്ങനെ വരുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ കൂടോത്രം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഫലിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അതിന് തന്ന മറുപടി, അങ്ങനെ ഒരു സംഭവം ഇല്ല. ഞങ്ങളുടെ അപ്പൂപ്പൻ്റെ അറിവ് എങ്ങനെയാണ്, അത് എൻ്റെ അറിവ് എൻ്റെ അച്ഛൻ പകർന്നു തന്നത്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ പകർന്നു കൊടുത്തത്, ഇങ്ങനെ തലമുറകളായി കൈമാറി വന്ന രഹസ്യമാണ്. രഹസ്യം അല്ല, അത് പരസ്യം തന്നെയാണ്. എന്നാലും ഈ കലിയുഗത്തിൽ, ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിച്ച് നടക്കുന്ന ആളുകളെ ഓർക്കുമ്പോൾ വളരെയേറെ ദുഃഖം തോന്നുന്നുണ്ട്. കാര്യം യഥാർത്ഥത്തിൽ ഞാൻ പൂജകൾ ചെയ്യുന്ന ആളാണ്. ക്ഷേത്രത്തിലൊക്കെ പോയി പൂജ ചെയ്യാറുണ്ട്, വീട്ടിൽ പൂജ ചെയ്യാറുണ്ട്. എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഇങ്ങനെ ഒരു കാര്യം ചെയ്യാമോ? എൻ്റെ വാടകക്കാരൻ, വാടകയ്ക്ക് തന്ന ആൾ നിരന്തരം ടോർച്ചർ ചെയ്യുന്നുണ്ട്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടച്ചു കെട്ടാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ അവരോടൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം, നിങ്ങൾ അങ്ങനെ വിഷയമുണ്ടെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുക, അല്ലാതെ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും നടക്കൂല. ഞാനത് അങ്ങനെ ഉണ്ടെങ്കിലും ചെയ്തു തരില്ല. എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്ത് എന്ന് ഞാൻ പറഞ്ഞു തരാം. എൻ്റെ അദ്ദേഹം അപ്പൂപ്പൻ പറഞ്ഞു തന്ന, അതായത് യോഗീശ്വരനെ പോലെയുള്ള ഒരു മനുഷ്യൻ, നല്ല മനുഷ്യൻ, ആ മനുഷ്യൻ പറഞ്ഞു തന്ന കുറച്ച് അറിവ് ഞാൻ നിങ്ങൾക്ക് പറയട്ടെ. അദ്ദേഹം പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, പണ്ട് കാലം, അതായത് കാട് നിറഞ്ഞ് നിന്ന ഒരു കാലമാണത്. കാടുകൾ എവിടെ നോക്കിയാലും കാടായിരിക്കും, കാട്ടിലൂടെ സഞ്ചരിച്ചിട്ടായിരിക്കും പല മനുഷ്യരും വെളിം പ്രദേശത്തൊക്കെ എത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒക്കെ ഉള്ള ഒരു കാലത്ത് ജീവിച്ചിരുന്ന ആൾക്കാർ പറഞ്ഞ് തന്ന കാര്യം അദ്ദേഹം എനിക്ക് പറയുകയുണ്ടായി. ഈ ഉൾക്കാടുകൾക്കുള്ളിൽ ഗോത്ര വർഗത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ അന്ന് ഉണ്ടായിരുന്നതായി പറയുന്നു അദ്ദേഹം. അപ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് അവർക്ക് മറ്റു ഭാഷകളോ കാര്യങ്ങളോ കടകളോ ഒന്നുമില്ല.
ആ സമയത്തൊക്കെ. ആ സമയത്ത് കടകൾ ഇന്നും ഇല്ല, ഉൾക്കാടുകളിലൊന്നും അങ്ങനെ ഇല്ല. അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അമ്പ് ഉണ്ടാക്കി അതിൽ മുന്നിൽ മുനയിൽ വിഷം കലർത്തി അത് മിക്സ് ചെയ്തിട്ടാണ് ഇവർ വേട്ടയാടുന്നത്. അപ്പം ഈ അമ്പ് കൊള്ളുന്ന ആ മൃഗം തലയിലാണ് അമ്പ് കൊള്ളുന്നതെങ്കിൽ തലയിൽ വിഷമിറങ്ങി ഇത് ചത്തുപോകുന്നു. ഇത് മരണപ്പെട്ട ഉടൻ തന്നെ അവർ തല അറുത്ത് മാറ്റിയിട്ട് ആ മാംസം അവരെടുത്ത് കൊണ്ടുപോയി ഭക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യർ പുറമേ നിന്നും ഉൾക്കാടുകളിലേക്ക് പോകാൻ തുടങ്ങിയ സമയത്ത് ഈ വിഷ അമ്പുകൾ കാല് ചവിട്ടി മരണപ്പെട്ടതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് കാരണം എന്ന് അന്വേഷിക്കാനായിട്ട് പോയി നോക്കുമ്പോഴാണ് ഇത്തരം അമ്പുകൾ കുത്തിയാണ് മരിക്കുന്നത്. അതിൽ കുറേ എല്ലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിന് കുറേ ബുദ്ധിശാലികളായ സാധാരണ മനുഷ്യർ, അതായത് വനത്തിലല്ലാത്ത ആൾക്കാർ, ഇവർ ഇതിനെ പെറുക്കി കൊണ്ടുവന്നിട്ട് ഇവർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ ആരുടെയെങ്കിലും വീട്ടിൽ അല്ലെങ്കിൽ വരുന്ന വഴികളിൽ കൊണ്ടിടുക. ആ വ്യക്തി നടന്നു വരാൻ സമയത്ത് ഇതിൽ ചവിട്ടുന്നു, മരണപ്പെട്ടു പോകും. ഇപ്പോൾ കാണുമ്പോൾ കുറേ അസ്ഥി കഷ്ണങ്ങളും എല്ലാം കിടപ്പുണ്ട്, കുറേ നൂലുകളും ഒക്കെ. കാര്യം ഈ സാധനം വാരിക്കെട്ടി പൊതിഞ്ഞുകൊണ്ട് വരുന്ന നൂലുകളാണ് അതൊക്കെ. ഇതെല്ലാം കൂടെ അവിടെ കിടക്കുന്നത് കാണാൻ സമയത്ത് എന്തോ ചെയ്തു. അന്ന് കാലത്ത് മന്ത്രവാദത്തിൻ്റെ കാലങ്ങളൊക്കെ ആയിരുന്നു. മന്ത്രവാദികളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്ന കാലങ്ങളായിരുന്നു. അവരൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ടെക്നിക്കാണ് ഈ ഗൂഢത്വത്തിന് ഈ മാതൃക. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന മാന്ത്രികരൊക്കെ തുടർന്ന് ഇത് തന്നെ പ്രയോഗത്തിൽ കൊണ്ടുവരികയും അത് പിന്നെ സാധാരണ ജനങ്ങളായ നമ്മളെപ്പോലുള്ള കൊച്ചു കൊച്ചു ആൾക്കാരുടെ ഇടയിലേക്ക് അത് വ്യാപിപ്പിക്കുകയും അതുമൂലം അവർ പണം സമ്പാദിക്കാനും ഒക്കെ തുടങ്ങി. അതായത് വർഷങ്ങൾക്ക് മുന്നേ. അത് ഇന്നും അത് തുടർന്ന് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ സംഭവങ്ങളൊക്കെ. ഇന്ന് കോഴിയുടെ തല ഏതെങ്കിലും ചിക്കൻ കടയിൽ പോയിട്ട് കോഴി തല വാങ്ങുന്നു, എവിടെ നിന്നെങ്കിലും കിട്ടുന്ന കുഞ്ഞിൻ്റെ അടിപ്പൊക്കെ നാരഞ്ഞാണത്തിൻ്റെ ഏലസിനകത്തുനിന്ന് തകടൊക്കെ ഊരുന്നു, ഇത് വെച്ച് കെട്ടുന്നു, നൂല് വെച്ച് കെട്ടുന്നു, എന്തെങ്കിലും ചെയ്ത് അവിടെ എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചിടുന്നു. ഇത് അയൽ വീട്ടുകാരനായിട്ടുള്ള തർക്കമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങളായിരിക്കാം. ആ സമയത്ത് ഈ വ്യക്തി കൊണ്ട് അവിടെ കുഴിച്ചങ്ങിടുകയും ചെയ്യും. ഈ കാണുന്ന വ്യക്തി എനിക്കാരോ ഗൂഢോത്രം ചെയ്തു വെച്ച്, അതുകൊണ്ട് എനിക്ക് സർവനാശത്തിന് വേണ്ടിയിട്ട് ചെയ്തു വെച്ചതാണ്. ഈ വ്യക്തിയും ആ വ്യക്തിയും തമ്മിൽ വളരെയേറെ അന്തരം ഉണ്ടാവുകയും വളരെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആ കുടുംബത്തിൻ്റെ നാശത്തിന് വേണ്ടിയിട്ട് അത് കാരണമാവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് പാവപ്പെട്ടവൻ്റെ വീട്ടിലായിരിക്കും ഇത് കൊണ്ടിടുന്നത്. ഇത് കാണുന്ന വ്യക്തി ഈ മന്ത്രവാദത്തെക്കുറിച്ച് പറഞ്ഞ് കേട്ട് കേൾവിയുള്ള ഒരു മനുഷ്യൻ്റെ അടുത്താണെങ്കിൽ ആ വ്യക്തി ഭയപ്പെടും. ആ ഭയം ഈ മനുഷ്യനെയും ആ കുടുംബത്തെയും ഉന്മൂലനാശനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഈ ഗൂഢോത്രം എന്ന് പറയുന്ന ഒരു സംഭവം നിലവിലില്ല. ദയവായി ആരെങ്കിലും ചെയ്തു തരാം എന്ന് പറഞ്ഞാൽ കൂടി നിങ്ങൾ പോകരുത്, അവിടെ ഇരിക്കുന്നു, ഇവിടെ ഇരിക്കുന്നു, കുഴിച്ചിട്ടിരിക്കുന്നു, അവിടെ നിന്ന് ഞാൻ തോണ്ടിത്തരാം എന്നൊക്കെ പറഞ്ഞാൽ അത് ചെയ്യുന്ന ആൾക്കാർ തന്നെയായിരിക്കും പല സ്ഥലങ്ങളിലും കൊണ്ട് കുഴിച്ചിടുന്നത്. ഇതിൻ്റെ അടുത്തൊരു പ്രശ്നമുണ്ട്, നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊരാൾ പറയാം. ആ അങ്ങനെയാണോ, എങ്കിൽ പിന്നെ റെഡിയാക്കി തരാം, നീ പറഞ്ഞു വിട് എന്ന് പറയും. എന്നിട്ട് ഈ സാധനത്തിനെ കൊണ്ട് അവിടെ എവിടെയും കൊണ്ട് കുഴിച്ചിടുക. അപ്പോൾ ഇത് കുഴിച്ചിട്ടിട്ട് ഈ വ്യക്തി വരാൻ സമയത്ത് നിങ്ങളുടെ വീട്ടിൻ്റെ ഇവിടെ ഇന്ന മൂലയിൽ കൊണ്ട് സാധനമുണ്ട്, അത് തോണ്ടിയെടുക്കണമെന്ന് പറയും. അങ്ങനെ പോയാണ് ഇവർ പോയി നോക്കാൻ സമയത്ത് അവിടെ കുഴിച്ചിട്ടു. അപ്പം മറ്റേ വ്യക്തിയിലേക്ക് ഈ വ്യക്തി ശത്രുത ഉണ്ടാക്കി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിങ്ങളത് തോണ്ടി ഈ വ്യക്തി പറഞ്ഞതുപോലെ കൃത്യമായിട്ട് തോണ്ടിയെടുക്കുന്നു. മറ്റേ വ്യക്തിയുമായിട്ട് കൂടുതലായിട്ട് വൈരാഗ്യം ഉണ്ടാകുന്നു, പ്രശ്നങ്ങൾക്ക് തുടക്കമാകുന്നു. ഒന്നും അറിയാത്ത ചെയ്യാത്ത വ്യക്തി നിങ്ങളെ ഉന്മൂലനാശനം ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട പുകിലുകൾ അത്രയും ഉണ്ടാക്കുകയും ചെയ്യും. അതിന് കാരണക്കാരനാരാ? ഈ ഭയന്നു പോയ നിങ്ങളല്ലേ, നിങ്ങളിൽ ഒരാളല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട. ദയവായി കൂടോത്രം എന്നത് ഒരു സയൻറ്റിഫിക് മെത്തേഡാണ്. അതായത് ഭയത്തെ കുറച്ചുകൂടി ഭയമുള്ളതാക്കി മാറ്റുക എന്നുള്ള ഒരു ടെക്നിക്കാണ്. അത് ഇന്ന് ഒരുപാട് പേര്, അതായത് ഹിപ്നോട്ടൈസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർ ഇതെല്ലാം പൊളിച്ചടുക്കി കൈ തന്നിട്ടുമുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ അവർ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സയൻറ്റിഫിക് മെത്തേഡാണത്. ഈ മണിച്ചിത്ര താഴ്ന്ന സിനിമയിൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. ഒരു വ്യക്തിയുടെ ഇരട്ട പ്രഭാവം, ആ ഇരട്ട പ്രഭാവത്തിൽ അവിടെ
തിലകൻ ചേട്ടനും മോഹൻലാലും, അതായത് ഒരാൾ സയൻസിലൂടെയും മറ്റൊരാൾ മന്ത്രവാദത്തിൻ്റെ ടെക്നിക്കിലൂടെയും രണ്ടുപേരും കൂടെ മിക്സ് ചെയ്താണ് അവരിലുള്ള ആ ഇരട്ട സ്വഭാവത്തെ മാറ്റിയെടുക്കുന്നത്, നോർമലാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ആഴത്തിൽ ഒരു വ്യക്തിയുടെ മനസ്സിൽ എന്തെങ്കിലും പതിഞ്ഞു പോയാൽ അത് പിന്നീട് മാറ്റാൻ പാടാണ്. അപ്പോൾ അങ്ങനെയുള്ളതിനെ മാറ്റാനായിട്ട് സയൻസിൻ്റെ മെത്തേഡ് യൂസ് ചെയ്യുക. ഈ ആസ്ട്രോളജി എന്നത് സയൻസാണ്. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന അതേ സയൻസ് തന്നെയാണ് ജ്യോതിഷത്തിൻ്റെ മാതൃകയിൽ എല്ലാവരും യൂസ് ചെയ്യുന്നത്. ജ്യോതിഷം തന്നെയാണ് സയൻസ്, സയൻസ് തന്നെയാണ് ജ്യോതിഷം. അപ്പോൾ നമ്മൾ ആധുനിക യുഗത്ത് താമസിക്കുന്ന നമ്മൾ ചിന്തിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒന്നും യാതൊരു ആവശ്യങ്ങളുമില്ല. നമ്മൾ ഒരു കാര്യത്തിന് പോകേണ്ട കാര്യമില്ല. ഇത് നമ്മൾ ചിന്തകളിലെ ഭയത്തെ മാത്രം നിങ്ങൾ മാറ്റുക. നിങ്ങൾക്ക് സർവകാര്യ വിജയങ്ങളും എവിടെയും ഉണ്ടാകും. പിന്നെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനുള്ള പരിഹാരമുണ്ട്. ഈ പരിഹാരം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആ പ്രശ്നത്തിന് പോകാതിരുന്നാൽ പോരെ. അങ്ങനെ എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കാത്തത്? ചിന്തിക്കണം, അങ്ങനെ ചിന്തിക്കണം. ഒരാൾ അടിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒഴിഞ്ഞു പോകണം. അപ്പോൾ അവിടെ ആ വിഷയം ഇല്ലാതെ പോകുന്നില്ല. അല്ലെങ്കിൽ ഒരു അടി കിട്ടിയിട്ട് മിണ്ടാതിരിക്കുക, വാടച്ചിട്ട് മിണ്ടാതിരിക്കുക, അവിടെ ആ പ്രശ്നം തീരുന്നില്ല. അതിനെന്തിനാണ് നമ്മൾ വലുതാക്കി കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്? അപ്പോൾ ഭയത്തെ നമ്മൾ എപ്പോഴും ഒഴിവാക്കുക. എന്നോട് പലരും പറയാറുണ്ട്, ആശാനെ ഇതുപോലെ കാര്യങ്ങളുണ്ട്, എനിക്ക് അതിനുള്ള പരിഹാരം എന്താണ്? അപ്പം ഞാനപ്പോൾ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ പരിഹാരം ചെയ്യുന്ന കാശിന് നിങ്ങൾ പലഹാരം വാങ്ങി കഴിച്ചാൽ നിങ്ങൾക്ക് ആരോഗ്യമെങ്കിലും മെച്ചപ്പെടും. എന്തിനാണ് ഈ 5000, 10000, 20,000, 30,000 ഒക്കെ ചിലവാക്കി നിങ്ങൾ പരിഹാരം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ട്. നിങ്ങൾ ഈശ്വരനെ വണങ്ങുക. ആ ഈശ്വരൻ നിങ്ങൾക്കുള്ള വഴി കാണിച്ചു തരും. ദൈവത്തിനെ വെച്ചിരിക്കുന്നത് ചുമ്മാ അല്ല. അദ്ദേഹത്തിൻ്റെ മുന്നിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ആ പ്രഭയിൽ ആ ശിലയോ അല്ലെങ്കിൽ ആ ചൈതന്യത്തെയോ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സറിയാതെ തന്നെ നിന്നു പോകുമെന്ന് വെച്ചാൽ നമുക്ക് മറ്റൊന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടാവും. ഈ സമയം നമ്മൾ സൈലൻ്റ് ആവുന്ന മുറയ്ക്ക് നമ്മുടെ മനസ്സിലെ കളങ്കവും ദേഷ്യവും ഒക്കെ ഇല്ലായ്മ ചെയ്ത് കളയുകയാണ് ക്ഷേത്രങ്ങളൊക്കെ ചെയ്തത്. അല്ലാതെ ക്ഷേത്രങ്ങളും ഈശ്വരനും നമുക്കൊന്നും തന്നെ ചെയ്തു തരുന്നില്ല. നമ്മുടെ ആ ഒരു വേഗം, സ്പീഡ്, ദേഷ്യം, ഇതൊക്കെ കാഠിന്യങ്ങളെ കുറച്ച് തരും. ഒരു ദൈവങ്ങളും ഇന്ന് വരെ ആർക്കും കോടിക്കണക്കിന് രൂപ ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു ഭദ്രകാളിയോ അല്ലെങ്കിൽ ശിവനോ കൊടുത്തതായിട്ട് ചരിത്രമില്ല. നമ്മൾ നമ്മുടേതായ വഴികളെ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുക. ഈശ്വരനെ മനസ്സിൽ ആരാധിക്കുക, വിളക്ക് കൊളുത്തുക, പ്രാർത്ഥിക്കുക, എന്നും ആ ചൈതന്യത്തെ വണങ്ങി നമ്മൾ മുമ്പോട്ട് പോവുക. അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയില്ലെങ്കിലും വീട്ടിലൊരു ദീപം തെളിച്ച് ചാമ്പ്രാണി തിരി കത്തിച്ച് അതിൻ്റെ ആ ഒരു നല്ല ഒരു സുഗന്ധപൂരിതമായ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ പുറത്തു പോവുക. അത് നമുക്ക് എപ്പോഴും വിജയം തന്നുകൊണ്ട് തന്നെ ഇരിക്കും. യാതൊരുവിധ മാറ്റവുമില്ല. അതുകൊണ്ട് കൂടോത്രം എന്ന ഒരു കാര്യം നിലവിലില്ല, പണ്ടുമില്ല എന്നുള്ള കാര്യം ഞാനിപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ദൈവാധീനം ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ ഒരു കണക്കിനെങ്കിലും രക്ഷപ്പെട്ടു പോകുന്നത്. അല്ലാതെ ഈ കൂടോത്രം ചെയ്തിട്ടൊന്നുമല്ല. ഒരു വ്യക്തിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ധൈര്യമായിട്ടിരിക്കുക. ആരെങ്കിലും ഇനി കൂടോത്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകെ പോകരുത്. അങ്ങനെ എന്തെങ്കിലും കോഴിയോ ചെമ്പ് തകട കണ്ടു കഴിഞ്ഞാൽ നല്ല ചെമ്പ് തകടാണെങ്കിൽ എടുത്ത് അണ്ണാച്ചിക്കോ ആക്രിക്കാരനോ കൊടുക്കുക. കോഴിത്തല എടുത്ത് പട്ടിക്കിട്ട് കൊടുക്കുക. ഇനഫ്, കഴിഞ്ഞു. പിന്നെ അവിടെ ഒരു കൂടവുമില്ല, ഗോത്രമില്ല. നിഗൂഢമായ ഗോത്രം. അതിനെ പിന്നെ നിഗൂഢം മാറ്റിയിട്ട് ഗൂഢഗോത്രം. അതാ പറഞ്ഞ് അത് ഗൂഢഗോത്രം പറഞ്ഞ് കൂടോത്രമായി മാറി. അല്ലാതെ ഇതിൽ വേറെ കാര്യങ്ങളൊന്നും. ദയവായി ആരും ഇത്തരം കാര്യങ്ങൾക്ക് പോകരുതേ എന്നാണ് എൻ്റെ അപേക്ഷ. എല്ലാവരും ഇത് കേൾക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. ഇനി ഒരു കാര്യത്തിനും കൂടോത്രം എന്ന രീതിക്കൊന്നും ആരും സഞ്ചരിക്കരുത്, ചിന്തിക്കുകയും വരുത്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. എനിക്കെങ്ങനെ നന്മ ഉണ്ടാക്കാൻ പറ്റും, എനിക്കെങ്ങനെ നല്ല വഴിക്ക് പോകാൻ പറ്റും, എനിക്ക് നാളെ എങ്ങനെ ജോലിക്ക് പോകാൻ പറ്റും, എനിക്ക് നാളെ ഏതെങ്കിലും നല്ല ജോലി കിട്ടുമോ, അതിനൊരു അന്വേഷണം നടത്താമോ എന്നൊക്കെ ചിന്തിക്കുക. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കരുത്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. എല്ലാം മറന്നു കളയുക. ഇത് നിങ്ങൾ കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്.